Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Prayer പറഞ്ഞോട്ടോ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു മിസ്. മിസ് തോട്ട് ഓഫ് ദി ഡേ ആണേ. കേൾക്കാമോ? കേൾക്കാടെ പറഞ്ഞു. പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ ബൈ മദർ തെരേസ. സമാധാനം ഒരു പുഞ്ചിരിയോടെ ആരംഭിക്കുന്നു. ഈ വാക്യം നമ്മോട് പറയുന്നത് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല എന്നതാണ്. ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷവും ശാന്തിയും പകരാൻ കഴിയും. പുഞ്ചിരി സൗഹൃദത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. നമ്മൾ മറ്റുള്ളവരെ ഒരു പുഞ്ചിരിയോട് സമീപിക്കുമ്പോൾ അത് വൈരാഗ്യവും ദേഷ്യവും കുറച്ച് സമാധാനത്തിന്റെ വഴിയെ തുറക്കുന്നു. അതിനാൽ ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം അത് നമ്മളിൽ നിന്ന് തന്നെ, നമ്മുടെ പുഞ്ചിരിയിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഐശ്വര്യ. മാം സൈൻ ഇൻ ഞാനാണ് പറയണം. പറഞ്ഞോടാ. Good afternoon. No face in CCTV, no forensic evidence. How Delhi police cracked the perfect murder plot, traced killer to Rajasthan. Police said the crime initially appeared to be a near perfect murder with no obvious evidence left behind. Police from Delhi arrested a former caretaker for the murder of an elderly couple and theft of their jewelry in East Delhi's Shahandra following nearly 500-kilometer chase that ended in Rajasthan, and officially said on Wednesday. Delhi police said the crime initially appeared to be a perfect murder with no evidence left behind. The double murder took place in the intervening night of January 3rd and 4th. The accused, identified as Ashok Kumar Sen, 32, a resident of Nagloi in West Delhi, was arrested on Tuesday. The victims were identified as Virendra Kumar Bansal, 71, and wife Parvesh Bansal, 65. News agency PTI reported. Sign in Hasna. Thank you, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലേ? അത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റും റോൾ ഓഫ് ടീച്ചേഴ്സും വരെ പറഞ്ഞോ? ഇല്ല മിസ്, അവിടെ വരായിട്ടില്ല.
ഓക്കെ, ഫസ്റ്റ് മാത്രമായിട്ടുള്ളൂ ഇമോഷണൽ ടൈ ബിറ്റ്വീൻ ഇൻഫന്റ് ആൻഡ് മദർ, ആ ഒരു സെഷൻ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കളർ ടാബ്ലറ്റ്സ് ചെയ്തവര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യായിരുന്നു. മിസ് എനിക്ക് മിസ് പറഞ്ഞ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. മാക്സിമം കിട്ടിയ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തോ? എന്റെ കയ്യില് കിട്ടിയ കളർ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, കുഴപ്പമില്ല. പേര് അയച്ചോ, നമുക്ക് കാണാം. ജയശ്രീ അറേഞ്ച് ചെയ്തില്ലേ? അങ്ങനെ ബോക്സിലാ വെച്ചിരിക്കണേ. കളർ ടാബ് മിസ്. ഓക്കെ റെഡ്. ഓക്കേടാ, ആ ടേബിളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാണ്. ഓ, ടേബിളിൽ നമുക്ക് ഇങ്ങനെ റെഡ് ബ്ലാക്ക് അങ്ങനെ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. ബ്ലൂ, ഓക്കെ യെല്ലോ, ഓക്കെ ഗ്രീൻ, ഓറഞ്ച്. എന്റതില്ലേ? ഓക്കെ സൗണ്ട് എന്തോ എന്റെ ചാർജ് കുറവാണ് മിസ്. പർപ്പിൾ, ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ്, ഗ്രേ, പിങ്ക് മിസ്. ഓക്കേടാ, അതില്ലേ ഓരോന്ന് എടുത്ത് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് ഒരുമിച്ച് കാണിച്ചാൽ മതി അടുത്ത ആൾക്കാർ മുതൽ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഓക്കേടാ, വോളിലൊക്കെ ഡ്രോയിങ് ഉണ്ടല്ലോ ജയശ്രീ. ഓക്കെ, അനുമോള് അങ്ങനെ കേട്ടോ. അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. എനിക്ക് ഗ്രേ കിട്ടിയില്ല മിസ്സേ, ബാക്കി എല്ലാ കളറും ഉണ്ട്. ഓക്കേടാ, നന്നായിട്ട് കേട്ടോ. താങ്ക് യു മിസ്. മേഘ മിസ് എനിക്ക് കിട്ടിയ കളർ വെച്ച് ഞാൻ ചെയ്തിക്കണേ കേട്ടോ. ഓക്കേടാ, ഇനി നമ്മൾ ഈ കളേഴ്സിന്റെ നമുക്ക് ചില കളേഴ്സ് ചിലപ്പോ കിട്ടില്ല. അപ്പൊ ക്ലോത്ത് പറ്റി ക്ലോത്ത് ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് കളർ ടാബ്ലറ്റ് യൂസ് ചെയ്യാം. കളർ ടാബ്ലറ്റ് ആയിട്ട് ക്ലോത്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ശരണ്യ മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഞാൻ പിൻ ചെയ്യാം, കാണാൻ പറ്റില്ല അല്ലെങ്കിൽ. ശരണ്യ കുറച്ചും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? ഓക്കേടാ. ഓക്കെ ശരണ്യ, ഓക്കേടാ, നന്നായിട്ടുണ്ട്. ശരണ്യ എന്നിട്ട് ഐശ്വര്യ. കാണുന്നുണ്ടോ മാം? 1 മിനിറ്റ് ഇടാം. ഓക്കെ, കാണാടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഗ്രേ കളർ മാത്രം കിട്ടിയില്ല മിസ്സേ, കൊറേ കടയിൽ ചോദിച്ചു കേട്ടാ, ചിലപ്പോ കിട്ടും. നോക്കി ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോ ഗ്രേ കളർ എങ്ങനെ പീസ് നമുക്ക് ക്ലോത്ത് കിട്ടണമെങ്കിൽ അതായാലും കട്ട് ചെയ്ത് സ്ക്വയർ ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ. ഐശ്വര്യ കഴിഞ്ഞിട്ട് അർച്ചന കേട്ടോ. അർച്ചന കാണാവോ മിസ്സേ? ആടാ, ഗ്രേ കളർ എനിക്കും കിട്ടിയിട്ടില്ല, ബ്ലാക്കും കിട്ടിയിട്ടില്ല. ബ്ലാക്ക് കിട്ടിയില്ല. ബ്ലാക്ക് കിട്ടിയില്ല. ഓക്കെ, ബ്ലാക്ക് നീ നോക്കുമോ കളേഴ്സ് കിട്ടുമോ നോക്കട്ടോ. അർച്ചന കഴിഞ്ഞിട്ട് അൻസുമോൾ. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, സൈഡില് എന്താ പേപ്പറാണോ? പേപ്പറാണ് മിസ്, വൈറ്റ് കളർ കട്ടിയുള്ള പേപ്പർ. ഓക്കെ ഓക്കെ. രശ്മി മിസ്സേ
കാണുന്നുണ്ടോ മിസ്സേ? കാണാം നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്സേ. ശ്രുതി മിസ് ഇതാണ്. എനിക്ക് ഇത്ര കളറേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി കളർ കിട്ടുമ്പോ ആഡ് ചെയ്യട്ടോ. ആഡ് ചെയ്യാം. ദ്വിതീയ മിസ്സേ എനിക്ക് ഗ്രേ കളർ കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. കളർ ഭയങ്കര പാടാണ് കിട്ടാൻ. ഗ്രേ കളർ കിട്ടിയില്ല, കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല ഇവിടെ. ആണോ? ഈ ക്രയോൺസിൽ ഗ്രേ എന്ന് പറയുന്ന കളർ കിട്ടൂലേ നമുക്ക് ക്രയോൺസില്? അപ്പൊ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഗ്രേ കളർ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ആവില്ലേ? അങ്ങനെ നോക്കട്ടോ, ആ കളർ കിട്ടിയില്ലെങ്കില്. നമ്മള് വീട്ടില് കുട്ടികള് ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ചിടൂലേ? വരച്ചിടുന്നു, ഇതാണ് ഓഡിയോ ശരിയായിരുന്നു മിസ്, സോറി. അതായത് എന്താ മിസ് പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റിയില്ല, ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെ, ഞാൻ വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ട് കേറിയപ്പോ ശരിയായി. പറഞ്ഞോളൂ മിസ്. ഈ വോളിലൊക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോ അമ്മമാര് എന്ത് ചെയ്യും? വഴക്ക് പറയോ? അൻസുനെ ഞാൻ വിളിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? അൻസു ചെയ്തില്ലേടാ? ഓക്കെ ഓക്കെ. അത് തന്നെ, ഇത് ജയശ്രീയുടെ വീട്ടിൽ കണ്ടോ? വീട്ടിലൊക്കെ നല്ല രീതിയില് എന്താ പറയാ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഇത് തന്നെയാണ് മിസ്, ഫുള്ള് തന്നെ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമുക്ക് പെയിന്റ് ഒന്നും അടിക്കണ്ട, കുട്ടികൾക്കൊക്കെ ബുദ്ധിയായിട്ടൊന്നും. ഇപ്പൊ ഇളയ മോളാണ്, ബാക്കി രണ്ടുപേരുടെയും കലാവിരുത് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇവർക്കായിട്ട് അങ്ങനെ. ഇത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നറിയാമോ? കുട്ടികളില് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റൈറ്റ് ആയിട്ടുള്ള വെയിലാണ് എന്നതിനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികള് ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഭിത്തിയിലൊന്നും വരയ്ക്കണമെന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ല എന്നുള്ളത്. അപ്പൊ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആ കുട്ടികൾക്ക് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ അലമാരത്തട്ട് വരെ പൊളിച്ചെടുത്തു മിസ്സേ, വരച്ച് 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 അലമാരയുടെ തട്ട് വരെ പൊളിച്ചെടുത്തു. ആണോ? വീട്ടില് വെച്ചാല് വീട്ടില് ഓക്കെ, കണ്ടു ശരണ്യ. നന്നായിട്ട് വരയ്ക്കണ്ടല്ലോ അല്ലെ? നോക്കട്ടെ ഒരു മിനിറ്റ്, ഇത് കാര്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുമ്പോ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്രയോൺസ് വാങ്ങിച്ച് അവർക്ക് വരയ്ക്കാൻ കൊടുക്കും. അമ്മയ്ക്ക് വഴക്ക് പറയും, പക്ഷെ ഞാൻ നൈസായിട്ട് ക്രയോൺസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അത് തീരുമ്പോൾ ഞാൻ വേറെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതെല്ലാം അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക. കുട്ടികൾ വഴക്ക് പറയണ്ട, ഇത് വരയ്ക്കുന്നത് എന്തിനാണ്, ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല എന്നത് പറയരുത്. ഇനി ചിലപ്പോ ഇപ്പോൾ നമ്മുടെ ഭിത്തി ചില വോളൊക്കെ തീർന്നിട്ടുണ്ടാവും. സോ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഉണ്ടല്ലോ, ചാർട്ട് വാങ്ങിച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നൈസായിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കാം. ഇനി ചാർട്ടിന്റെ മുകളിൽ വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ല രസമാണ്, വീട് ഫുള്ളായിട്ട് അങ്ങനെ വരച്ചിട്ടിരിക്കാം. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുട്ടികളിൽ ആ ഒരു നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസിൽ നമ്മുടെ ഈ ഹാൻഡ് മൂവ്മെന്റ് പ്രോപ്പർ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ 2.5 years മുതൽ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്തോട്ടെ. അപ്പൊ കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് അവർക്ക് പെട്ടെന്ന് ഒരു പെൻസിലും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ അത് ഈസിലി പറ്റും. ഓക്കെ, അത് അതേപോലെ അങ്ങോട്ട് നടന്നോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നമ്മള് കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. കുട്ടികളുടെ ഇമോഷൻസ് കുറച്ച് സിവിയറും റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോ ഇമോഷൻസ് പെട്ടെന്ന് മാറി മാറി വരും അല്ലെ കുട്ടികളില്. ചിലപ്പോ പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, ചോക്ലേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു കൂളായിട്ട് ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 types ഓഫ് ആൻസൈറ്റിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഒന്ന് സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെയും സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെയും കാണുമ്പോൾ കുട്ടികളിൽ വരുന്ന ഒരു ആൻസൈറ്റി ആയിരുന്നു സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി അല്ലെ. പിന്നെ അവര് അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ഫീൽ ചെയ്യുന്ന ഒരു ആൻസൈറ്റി ആണ് എന്താണ്, സെപ്പറേഷൻ ആൻസൈറ്റി. ഈ 2 ആൻസൈറ്റീസ് ആണ് കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നത്. എന്നാൽ ഇതല്ലാതെ കുറച്ച് ആൻസൈറ്റീസ് ഫിയേഴ്സ് കുട്ടികൾക്ക് ഉണ്ട്. ലൗഡ് ആയിട്ടുള്ള വോയിസ് കേൾക്കുന്നത് പേടിയായിരിക്കും,
ചിലപ്പോ ഡാർക്ക്നെസ്, ഇരുട്ട് പേടിയായിരിക്കും. സ്ട്രേഞ്ച് ആയിട്ടുള്ള അനിമൽസ്, ബേർഡ്സ്, പ്ലേസ്, ഓബ്ജക്ട്സ് ഒക്കെ കുട്ടികൾക്ക് ചിലപ്പോ ഭയം ഉണ്ടാവും. അപ്പൊ അത്രയും വരെയായിരുന്നു നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, അത്രയും വരെയും കംപ്ലീറ്റ് അല്ലേ? അതെ മിസ്, അതുവരെ കംപ്ലീറ്റ് ആണ്. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ മീൻസ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. പോസിറ്റീവ്ലി ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നല്ല ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും റൈറ്റ് ആയിട്ടുള്ള വേയിലായിരിക്കും. ഇനിയിപ്പോ ഒരു കുട്ടിക്ക് സഫറിങ് എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ അസുഖങ്ങളോ, ഫിസിക്കൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മള് നോർമൽ കുട്ടികളെ അനുസരിച്ച് കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് വിഷമം വരും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ഡിപ്രഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കും? ഓക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ അവരുടെ ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഇനിയിപ്പോ അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ട്, അസുഖങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉള്ള കുട്ടികൾ, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ച് വീക്ക് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. അവരെങ്ങനെ പ്രതികരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും അല്ലെ? ഹിയറിംഗിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. സോ അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ എന്താണ് കുറച്ച് കാര്യങ്ങളില് കുറച്ച് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാല് അവർ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, പെട്ടെന്ന് അപ്സെറ്റ് ആവും, അൺസ്റ്റേബിൾ ആകും, അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചില കുട്ടികൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും അവർക്ക് പെട്ടെന്നായിരിക്കും ഇമോഷണലി അപ്സെറ്റ് ആവുന്നത്. സോ നമ്മളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറുന്നത്. ഒരു നോർമൽ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ഫിസിക്കലി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ നമ്മൾ നോക്കി വേണം അവരെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് എന്താണോ വേണ്ട നീഡ് എന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, ഇനി ഇന്റലിജൻസ് മറ്റൊരു ഫാക്ടറാണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഇന്റലിജൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നല്ലൊരു ധാരണ ഉണ്ടാവും. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ പ്രകടിപ്പിക്കേണ്ടത്, അവരുടെ ഇമോഷൻസ് എങ്ങനെ അത് പ്രകടിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് നല്ല ധാരണ ഉണ്ടാവും. സോ അപ്പോൾ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് അവരെന്തായും അവർ പെട്ടെന്ന് എന്താ പറയുക ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. അവർ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ചിലപ്പോൾ അവർ ഷൗട്ട് ചെയ്യും, അവർ വഴക്ക് പറയും, അല്ലെങ്കിൽ അവരെ എന്താണോ ആ സമയത്ത് തോന്നുന്നത് അതെല്ലാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോ ഇന്റലിജന്റ് ആയതുകൊണ്ടാണ്. അവർക്ക് അവർ ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതി മനസ്സിലാക്കി അല്ലെങ്കിൽ ഇമോഷൻ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് ചിന്തിച്ച് പ്രകടിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഒരാൾ റീഡ് ചെയ്യോ? Health and physical development. There is a positive relation between health and emotional development. The children weak in physical suffering from illness are more emotionally upset and unstable than children who are healthy. Intelligence, economics. Intelligence. Studies have proved that there is less emotional control among low intelligent children compared to high intelligent groups. An intelligent person with his reasoning and thinking powers exercise control as per the situation and makes proper use of these emotions. Okay. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും. ഇമോഷണൽ ഡെവലപ്മെന്റ് തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള കുട്ടികളിലാണെങ്കിൽ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റും പെർഫെക്റ്റ് ആയിരിക്കും.
ഈ കുട്ടികൾ എന്തെങ്കിലും ഫിസിക്കൽ സ്ട്രക്ചറിലോ ഡിസബിലിറ്റീസോ എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളിൽ നിന്ന് ഇതിൽ സഫർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇമോഷണലി അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ കമ്പയർ ടു ഹു ആർ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടികൾ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതി എൻ്റർലി ഡിഫറൻസ് ആയിരിക്കും. ഇനി നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളും ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളും ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ റീസണിങ് പവറും തിങ്കിങ് പവറും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഞാനായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ചിലപ്പോൾ നമ്മളും അതേ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തി എന്ത് പ്രവൃത്തിയാണോ ചെയ്ത അതേപോലെ ആണെങ്കിൽ ദെൻ നമ്മൾ അവിടെ വഴക്ക് പറയേണ്ടതോ ഷൗട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. സോ നമ്മൾ അവരുടെ കുട്ടികൾക്ക് തിങ്കിങ് പവർ ആൻഡ് റീസണിങ് പവർ കൂടുതലായതുകൊണ്ട് അവർ കറക്റ്റ് ആയിട്ട് അവരുടെ ഇമോഷൻസ് യൂസ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. ചില കുട്ടികൾ സൈലന്റ് ആവും അല്ലെ, എന്നുവെച്ചാല് ചില കാര്യങ്ങൾ ദേഷ്യം വന്നാലും അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പെട്ടെന്ന് സൈലന്റ് ആവും. നമ്മൾ അവരെ പറയും ഇൻട്രോവേർട്ടുകളാണ്, പ്രതികരിക്കാൻ അറിയില്ല എന്നുള്ളത്. പക്ഷെ അവർ ഇൻട്രോവേർട്ട് അല്ല, അവർ ഹൈലി ഇന്റലിജന്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അല്ലെങ്കിൽ അവർ റീസൺ ചെയ്തു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അവർ ടെസ്റ്റ് ടൂളായിട്ട് യൂസ് ചെയ്ത് എന്താണ് അവരുടെ സൈലൻസ് ആണ്. സോ അവിടെ ഇമോഷൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയതുകൊണ്ടാണ് അവർ സൈലന്റ് ആയത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കുറവുള്ളവര് ചെറിയ കാര്യത്തിന് പോലും ഇമോഷണലി അപ്സെറ്റ് ആവുന്ന കാണാൻ പറ്റും. അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി കുറച്ച് ഹൈ ആയിരിക്കും, ഹൈപ്പർ ആയിട്ടായിരിക്കും. ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതി നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ സങ്കടമാണെങ്കിലും അവർ ചിലപ്പോൾ സൗണ്ട് ഒക്കെ എടുത്ത് ഒരുപാട് കരയാനും വിഷമിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? സൈലന്റ് ആവാനാ ശ്രമിക്കുക. നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ ഹാപ്പി ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ കുട്ടികളെ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റും എന്താണ് ഇമോഷൻ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ഉണ്ട്. സപ്പോസ് കുട്ടികൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ സ്ട്രക്ചറിലോ ഇൽനെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളിൽ എന്താണ് ഇമോഷണൽ എന്താണ് അൺസ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇന്റലിജൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റഡി പ്രൂവ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ഇമോഷണൽ കൺട്രോൾ ഉള്ള കുട്ടികളിൽ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ലെസ് ഇമോഷണൽ കൺട്രോൾ. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഓരോ സിറ്റുവേഷൻസും മനസ്സിലാക്കാനും റീസൺ ചെയ്യാനും അതിനനുസരിച്ച് തിങ്ക് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പവർ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത കുട്ടികളുടെ ഇമോഷൻ ഡെവലപ്മെന്റിൽ നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാമിലി. ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലിയാണ്. കുട്ടി അവന്റെ ഇമോഷണൽ ബിഹേവിയർ ആരിൽ നിന്നാണ് കോപ്പി ചെയ്യുന്നത്? അവന്റെ പാരന്റ്സ് അല്ലെങ്കിൽ എൽഡർ മെമ്പേഴ്സിൽ നിന്നാണ് അത് കോപ്പി ചെയ്യുന്നത്. അവന്റെ ഫാദർ അല്ലെങ്കിൽ പാരന്റ്സ് ദേഷ്യം വരുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയാണ് അല്ലെങ്കിൽ അതെല്ലാം നശിപ്പിക്കുകയാണെങ്കിൽ അവൻ മുതിർന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൻ ക്ലാസ്സിൽ ചെന്ന് അവൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ടീച്ചർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്ത് എറിയും അല്ലെ? കാരണം അവൻ എന്താണോ ഫാമിലിയിൽ കാണുന്നത് അതാണ് അവന്റെ മൈൻഡിലേക്ക് അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഒരു ഇമോഷൻ വരുമ്പോൾ അതിങ്ങനെ പ്രകടിപ്പിക്കണം എന്നവന്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്? കുട്ടീനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഫാമിലീസ് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നല്ല ഇമോഷണൽ ബിഹേവിയർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫാമിലീസിൽ മാറ്റം വരുത്തണം. നമ്മൾ കുട്ടി നന്നായിട്ട് വളരണം, കുട്ടി നല്ല സ്വഭാവമായിരിക്കണം എന്നൊക്കെ പറയുന്നതിനും ഏറ്റവും നല്ലത് നമ്മൾ അതേപോലെ ആയിട്ട് പെരുമാറാണ്. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും പ്രകടിപ്പിക്കുക. അതേപോലെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുട്ടികളെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കോൺഫ്ലിക്റ്റും ടെൻഷനൊക്കെ ഉള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ഇമോഷൻ ഡെവലപ്മെന്റ് വളരെ പുവറായിരിക്കും. എപ്പോഴും വീട്ടിലെ തർക്കങ്ങളും ബഹളവും വഴക്കും കാര്യങ്ങളാണെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ബാഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സൈഡ്സ് ഓഫ് ദ ഫാമിലി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ കുട്ടികൾക്ക് ഇമോഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ച് പുവർ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ജോയിന്റ് ഫാമിലിയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പേരക്കുട്ടികളെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? അൺകണ്ടീഷണൽ ലവ് ആണ്, അറിയാലോ. അവർക്കൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഗ്രാൻഡ് ചൈൽഡിനെ സ്നേഹിക്കുന്നത്.
അപ്പൊ ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ കിട്ടി വരുമ്പോ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി പ്രോപ്പർ ആയിരിക്കും. സപ്പോസ് ഇപ്പൊ ഫാമിലിയിൽ അച്ഛനും അമ്മയും ജോബ് വർക്കിംഗ് ആണ്, അവരുടെ കെയർ കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയർ കിട്ടുന്നതിലൂടെ കുട്ടികൾ കുറച്ചും കൂടി ഇമോഷണലി സ്റ്റേബിൾ ആകും. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, കുട്ടി പറയുന്ന കാര്യങ്ങൾ വീട്ടിലെ ഫാമിലിയിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നത്, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാരന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പാരന്റ്സിന്റെ കുട്ടീനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ അഫക്ട് ദ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റിൽ നമ്മൾ പറയും ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഫാക്ടറാണ്. അപ്പൊ ഫാമിലിയുടെ ഒരു കുട്ടി അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമോഷണൽ ബിഹേവിയർ പഠിക്കുന്നത് ആദ്യം തന്നെ പഠിക്കുന്നത് പാരന്റ്സിൽ നിന്നും എൽഡർ മെമ്പേഴ്സിൽ നിന്നാണ്, ഫാമിലിയിലുള്ള എൽഡർ മെമ്പേഴ്സ് നിന്നാണ്. ഇഫ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് ഫാമിലിയിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ കുട്ടികൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. വയൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിൽ എപ്പോഴും കോൺഫ്ലിക്റ്റും ടെൻഷനും ആണെങ്കിൽ അത് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളാണ് കുട്ടിയുടെ ഇമോഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. സോ നമ്മള് കുട്ടികൾ അങ്ങനെ ആവണം, നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ നല്ല ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആര് ചേഞ്ച് ആവണം, നമ്മള് പാരന്റ്സ് ചേഞ്ച് ആവണം. എന്നാൽ മാത്രമാണ് കുട്ടികളിൽ ആ ഒരു മാറ്റം വരുള്ളൂ. ഓക്കെ, ഫാമിലി ആരെങ്കിലും റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, അർച്ചന വായിച്ചോ. Children copy the emotional behavior of the parents and elder members of the family. If a good atmosphere exists at home, children develop positive emotions, while family relationship with the conflict and tension lead to negative emotions. The size of the family, the socio-economic status of the family, ordinal position of the family, parental attitude, etc. also affect the emotional developments of the child. ഓക്കെ, ഇനി കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്നാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ അവന് നല്ലൊരു ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും നമുക്ക് പ്രകടിപ്പിക്കുന്നത്. സപ്പോസ് ഇനി കുട്ടി വളർന്നു വരുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്, അവൻ കാണുന്നത് ഫുള്ളും ഈ ക്രൈംസും കാര്യങ്ങളുമാണ്, എപ്പോഴും ഭയങ്കരമായിട്ടുള്ള വയലൻസും കാര്യങ്ങളൊക്കെ കണ്ടു വളർന്നു വരുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അത്ര പെർഫെക്റ്റ് അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല. സോ നമുക്ക് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റ് വേണമെങ്കിൽ അവർ കാണുന്ന കാഴ്ചകൾ, അവരുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എൻവയോൺമെന്റ് കുട്ടീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കരിക്കുലർ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഡിസിപ്ലിൻ, നമ്മുടെ റിലേഷൻഷിപ്പ് എമംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്യൂപ്പിൾസും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കണം കുട്ടികൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്കൂളിന്റെ അകത്തായാലും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലായാലും ഒരു പോസിറ്റീവ് ഹെൽത്തി സോഷ്യൽ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോ എപ്പോഴും വഴക്കും അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് അവൾ വളർന്നു വരുന്നതെങ്കിൽ അവന്റെ ക്യാരക്ടറിലും അത് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. റീഡ് ചെയ്ത ആരെങ്കിലും സോഷ്യൽ അറ്റ്മോസ്ഫിയർ? മാം ഞാൻ വായിക്കട്ടെ. Social atmosphere. The healthy and conducive atmosphere of the school always results in the balanced emotional growth of the children. The physical facilities of the school, curricular and co-curricular activities, method of teaching, nature of discipline and relationship among the members of the staff,
and the head of the institution. Pupil-teacher relationship also affects the emotional development of the children. അപ്പൊ നമ്മൾ പറഞ്ഞത് സോഷ്യൽ ആയിക്കോളാം. ഓക്കെ, താങ്ക് യു. അപ്പൊ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ പോസിറ്റീവ്ലി അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ. കുട്ടി വളർന്നു വരുന്ന സാഹചര്യം കുട്ടിയുടെ ഇമോഷണൽ ഗ്രോത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുന്ന കുട്ടിയാണെങ്കിൽ അവന്റെ ഇമോഷണൽ ഗ്രോത്ത് ബാലൻസ്ഡ് ആയിരിക്കും. അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവന്റെ ഇമോഷണൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ്സ് കേട്ടോ. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കളിക്കൂട്ടുകാര്, ഫ്രണ്ട്സ് ഒക്കെ. അപ്പൊ അവര് വളരെയധികം കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, കുട്ടിക്ക് സോഷ്യലബിൾ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പോസിബിൾ ആകണമെന്നുണ്ടെങ്കിലും ആര് വേണം, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പുകൾ വേണം, ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് ഇല്ലാത്തൊരു കുട്ടി എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡെവലപ്മെന്റ് ഒട്ടും ഇല്ലാന്നാണ് അർത്ഥം. ചില കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരോട് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫ്രണ്ട്സ് ഇല്ലാന്നൊരു ക്വസ്റ്റ്യൻ ആരും പറയില്ല അല്ലെ. കാരണം എന്താണ്, നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്. സോ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ പറ്റില്ല. ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ നമുക്ക് പറ്റില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരാൾ വേണം. ഇപ്പൊ നിങ്ങൾ തന്നെ നല്ല ഫ്രണ്ട്, നമ്മള് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന സമയത്ത്, ഫസ്റ്റ് വന്ന സമയത്ത് ആരും നമ്മളധികം പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ, നല്ല ഫ്രണ്ട്ലി ആണ്. കാരണം എന്താണ്, പല സ്ഥലത്തുള്ള പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും പോസിബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റിലേക്ക് വന്നു അല്ലെ, ഫ്രണ്ട്സ് ആയി മാറാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ആവാനേ പറ്റുള്ളൂ. ഫ്രണ്ട്സിലൂടെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ എന്റെ ഒരു ഫ്രണ്ടിലൂടെ പഠിച്ച ഒരു ക്വാളിറ്റിയാണ് ഷെയറിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്രണ്ട് ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ അത് നമ്മൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും. അപ്പൊ ആ ഒരു ഷെയറിങ് ഹാബിറ്റ് അവളിലൂടെ പഠിച്ചതാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ്, ഫ്രണ്ട്സ് ആവുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കിട്ടിയാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു ഫ്രണ്ടിലൂടെ ഞാൻ പഠിച്ചതാണ്. അപ്പൊ കുറച്ചുകൂടി കുട്ടി സോഷ്യലബിൾ ആകുന്നതും അവന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും അവന്റെ കാര്യങ്ങൾ പറയുന്നതും എല്ലാം ആരോടായിരിക്കും, ഫ്രണ്ട്സിനോടായിരിക്കും. നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും പാരന്റ്സ് ഒന്നും ചിലപ്പോ നമ്മളോട് ശ്രദ്ധിക്കുകയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യും, അതെല്ലാം കേൾക്കാനൊക്കെ താല്പര്യം കാണിക്കും. അപ്പൊ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. രണ്ടും പറയാം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആര്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിയുടെ വളർച്ചയെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി കുട്ടികള് സോഷ്യലി അഡ്ജസ്റ്റബിൾ അല്ലാത്ത കുട്ടികൾ, ചില കുട്ടികളുണ്ടാവും ഭയങ്കര വാശിയൊക്കെ പഠിക്കുന്ന മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അവരില് ഈ ഇമോഷണൽ പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ പോലും ഈ കുട്ടികൾ അഡ്ജസ്റ്റബിൾ ആകില്ല. നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, അവർക്ക് വാശിയും പിടിവാശിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഒറ്റ മോനായിട്ട് വളരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, കുറച്ചും കൂടി ഹൈ ക്ലാസ് ഒരു സൊസൈറ്റിയില് എന്താ പറയാ, അച്ഛനും അമ്മയും പിന്നെ കുട്ടിയും മാത്രമുള്ളൊരു ഫാമിലിന്ന് വരുന്നെങ്കിൽ ഇവനിൽ കുറച്ച് ഈ സോഷ്യൽ ഡിസ്കാർഡ്സ്, മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒക്കെ പ്രോബ്ലം നമുക്ക് ആദ്യം കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വന്നത് എന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ മുൻവിധിയോടുകൂടി അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവനെ ഭയങ്കര വാശിക്കാരനാണ്, അവരങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ അവനെ ഒന്നും പറയാൻ പാടില്ല, അങ്ങനെ വിചാരിക്കരുത്. അവന്റെ പ്രശ്നം എന്താണ്, അവന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട കെയറും കാര്യങ്ങളൊക്കെ നമ്മളാണ് കൊടുക്കേണ്ടത്. സോ കുട്ടികൾ ഇമോഷണൽ പ്രോബ്ലം പ്രകടിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനുള്ള റീസൺസ് ഉണ്ടാവും, എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. ആ റീസൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും, അതിന് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ എന്ത് എടുക്കാണ് വേണ്ടത്. ഓക്കെ, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് സ്കൂൾ ഏജുകളിൽ പ്രൊമോട്ട് ചെയ്തത് ആരാണ്? ടീച്ചേഴ്സ് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പില് ഉള്ള മാനേഴ്സും ഫ്രണ്ട്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുട്ടികൾ തമ്മിൽ നല്ലൊരു
റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്സേ. അടുത്തത് ബിന്ദുജ വായിച്ചോ കേട്ടോ. Peer group. The peer group relationship paves way for social development of the child and thereby his emotional development. The more social the child is, the more emotionally adjustable he will prove. Socially discarded and maladjusted children always face difficult emotional problems. ഓക്കെ, ഒത്തിരി സോഷ്യലബിൾ ആയിട്ടുള്ള കുട്ടികളിലെ ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റും അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയും എങ്ങനെയായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യലി ഡിസ്കാർഡ് ആയിട്ട് കുട്ടികൾ, സോഷ്യലബിൾ അല്ലാത്ത കുട്ടികളിൽ മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രോബ്ലംസ് കാണാറുണ്ട്. കുട്ടികൾ തമ്മിൽ പിടിവാശിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇമോഷണൽ പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ഇനി കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, നമ്മളെന്താ പറയുക, നമ്മുടെ സമൂഹവും അതേപോലെ തന്നെ നമ്മുടെ നൈബർഹുഡും കാര്യങ്ങളും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നൈബർഹുഡ് ഏരിയയിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇമോഷണലി നമ്മൾ പാരലൈസ്ഡ് ആയിരിക്കും. കാരണം നമ്മളുടെ സമൂഹം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഇപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാല്, വീട്ടിലെത്താനായിട്ട് ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ എന്റെ അമ്മ എന്ത് ചെയ്യും, വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. വീടിന്റെ ഫ്രണ്ടിൽ റോട്ടിൽ ഇറങ്ങി നിൽക്കും. അപ്പൊ അമ്മ നിൽക്കുമ്പോ എന്ത് ചെയ്യും, അതിൽ കൂടെ പോകുന്ന ആരെങ്കിലും പറയും, മോള് വരുന്നുണ്ട് കേട്ടാ, വിഷമിക്കണ്ട, അവള് നടന്നാ വരുന്നത്, സൈക്കിളിന് എന്താ പറ്റിയിട്ടുണ്ട്, നടന്നു വരുന്നുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ഇവിടുന്ന് സൈക്കിൾ കംപ്ലൈന്റ് ആയ കാര്യം എന്റെ വീട്ടില് ഞാൻ ഇത്രനേക്കാൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ സൈക്കിളിലേക്ക് പോയ ആൾക്കാരോ, അന്ന് നമ്മൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആയിരുന്നു, റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിൽ നല്ല പരിചയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു തലമുറയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് സംസാരിക്കുമായിരുന്നു ആൾക്കാർ തമ്മില്, എല്ലാവരും തമ്മില് കാണുമ്പോഴൊക്കെ എന്തെങ്കിലും വിഷ് ചെയ്യും, സംസാരിക്കും. റോഡിലൂടെ നടന്നു പോവാണെങ്കിൽ പോലും അവര് സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന് പോരുന്നത് എന്റെയൊക്കെ ചെറുപ്പത്തില്. അപ്പോ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലൂടെയാണ് വളർന്നു വരുന്നത്. നല്ല കുട്ടികൾക്ക് നല്ലൊരു ധൈര്യമാണ് ആ ഒരു സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മളുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾക്കുള്ള സമൂഹം അതേപോലുള്ളതാണോ? പേടിയായി, നമുക്ക് തന്നെ പേടിയാണ് സംഭവം. അപ്പൊ നമുക്ക് ഒരു ഭയമാണ്, കാരണം ഉള്ളിൽ ഭയങ്കര ഭയമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ, സൊസൈറ്റിനെ കുറിച്ച് നമുക്ക് നല്ല ഭയമാണ്. കാരണം എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരു കാര്യം ഒന്നും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. തൊട്ടടുത്ത വീട്ടിൽ പോയി മോളൊന്ന് കളിച്ചോട്ടെ എന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയാൻ നമ്മള് തുടങ്ങാനുള്ള കാരണം എന്താണ്, നമുക്ക് ആ ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. സോ അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും നൈബർഹുഡ് റിലേഷൻഷിപ്പും ഒക്കെ വേണം. എന്നാൽ പക്ഷെ നമ്മുടെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് സമ്മതിക്കാത്തതിന് മെയിൻ റീസൺ അവിടെയുള്ള ഒരു അൺസെക്യൂരിറ്റി ആണ്. ഇപ്പൊ ഞാൻ എന്റെ മോളോടാണെങ്കിൽ വീട്ടിൽ വന്ന് കളിച്ചോ എന്ന് പറയും, വീട്ടിൽ വന്ന് കളിച്ചോ, അത് കുഴപ്പമില്ല, അപ്പൊ എന്റെ ഒരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഉള്ളപ്പോ വീട്ടിൽ വന്ന് കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവളെ കളിക്കാനൊന്നും വിടില്ല. കാരണം ആ ഒരു ഭയമാണ്. കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റിയ, നമുക്ക് കുട്ടികൾ കളിച്ച് തന്നെ വളരണം, എന്നാലും അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുമെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് പേടിയാണ്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. ആ ഒരു ധൈര്യമില്ല. നമ്മുടെയൊക്കെ പാരന്റ്സിന് അന്ന് നമ്മള് എന്താ പറയാ, നല്ല ധൈര്യത്തോടു കൂടി നമ്മൾ കളിക്കാനൊക്കെ വിടുമായിരുന്നു അല്ലെ. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് കളിക്കാം. അത് കഴിഞ്ഞ് ഈ സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോ നമുക്ക് കൂടുതൽ ടൈം, എന്റെ ഓർമ്മയില് ഫുൾ ടൈം കളിക്കാൻ പോകുന്നതായിരുന്നു ഓർമ്മയില്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ ചെല്ലും, ഭക്ഷണം കഴിക്കും, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും നിൽക്കില്ല, 2 മണിയാകുമ്പോഴേക്കും ക്രിക്കറ്റ്. എന്താ വെച്ചാൽ ആ ഗെയിമിന് വേണ്ടിട്ട് ഞങ്ങള് ഫ്രണ്ടിലുണ്ടാവും, പറമ്പിലുണ്ടാവും. സോ ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു നല്ലൊരു ബാല്യമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ബാല്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ സമൂഹത്തില് ഒരു ഇൻസെക്യൂരിറ്റി ആണ് നമ്മളതിന് കാരണം. നമ്മൾ വായിക്കുന്ന ന്യൂസുകളും നമ്മൾ കേൾക്കുന്ന വാർത്തകളും എല്ലാം എന്താണ്, ഈ ഒരു സൊസൈറ്റിയുടെ ഇൻസെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ്. സോ നമ്മള് എന്ത് വേണം, നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം, ഒരു ഫിയർലെസ് ആയിട്ടുള്ള, കറേജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കണം കുട്ടികൾക്ക് വളർന്നു വരാനായിട്ട് വേണ്ടത്. സോ നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ ഓക്കെ, ആ പോയിന്റ് ഒരാൾ വായിച്ചു കേട്ടോ. ഞാൻ വായിക്കാം മാം. ഓക്കേടാ, വായിച്ചോ. The community and neighborhood. The child picks up so many traits of his emotional behavior from its
premises. The brave community is sure to give birth to fearless and courageous children, whereas children grow in a emotionally polarized community exhibit emotional instability and emotional susceptibility. ഓക്കെ, അപ്പോ നമ്മളൊരു ഫിയർലെസ് ആയിട്ടുള്ള കറേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ് കുട്ടികൾക്ക് വളർന്നു വരാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലൂടെ കുട്ടി വളർന്നു വരുമ്പോൾ അത് അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ലൊരു ഫിയർലെസ് ആയിട്ടുള്ള സമൂഹം നമുക്ക് വേണം. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റും ടീച്ചറും തമ്മിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റില് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഫിസിക്കൽ വീക്ക്നെസ്, എന്തെങ്കിലും ഡിഫോർമാലിറ്റീസ്, ഇൽനെസ് ഉള്ള കുട്ടികളെ നമ്മൾ മുൻകൂട്ടി നേരത്തെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ആരും മുന്നിൽ ഉണ്ടാവണം? നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാവണം. നമ്മുടെ കുട്ടികളുടെ നീഡ്സും അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും അതിന് വേണ്ട നെസസറി സ്റ്റെപ്സും ആരെടുക്കണം? ടീച്ചേഴ്സ് എടുക്കണം. ടീച്ചേഴ്സ് ആണ് ഒരു ആക്റ്റീവ് കോപ്പറേഷൻ, നമ്മുടെ പാരന്റ്സ് ആയിട്ട് നല്ലൊരു ആക്റ്റീവ് കോപ്പറേഷൻ ബിൽഡ് ചെയ്യണം. എന്നാലാണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അറ്റ്മോസ്ഫിയർ ഹോമിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആക്റ്റീവ് ഇമോഷണൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് കുട്ടികൾ വളർന്നു വരുന്നത് എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റണം. Interpersonal relationship in school should be such that it should provide emotional security and sense of belongingness to children. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുട്ടികള് സ്കൂളിൽ നല്ലൊരു എന്താ പറയുക സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിലാണ്, അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് സ്കൂൾ എന്നുള്ളൊരു ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുന്ന പോലെ അല്ല എല്ലാ സ്കൂളുകളിലും അങ്ങനെയുള്ള ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്കൂളുകളിൽ ഇല്ല. നമ്മള് ഏതൊരു ഫിലിം ഉണ്ടല്ലോ, ഏതാണ് നമ്മള് മഞ്ജു വാര്യരും കുഞ്ചാക്കോബനും എന്താണ് ഇന്ദ്രജിത്തൊക്കെ ആയിട്ടുള്ളൊരു ഫിലിം ഇല്ലേ കണ്ടിട്ടുള്ളത്? ഒരു പോലീസ് ഓഫീസറാണ് മഞ്ജുവും ഇന്ദ്രജിത്തും. അതൊരു ഇൻസിഡന്റ് കുട്ടീനെ പട്ടിക്കൂട്ടിൽ കൂട്ടിടുന്ന ഫിലിം അല്ലേ? അതെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ആയിട്ടുള്ള ഇൻസിഡന്റിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ആ ഒരു ഫിലിം എടുത്തതെന്ന് പറയുന്നത്. ഏതായിരുന്നു പേര് മറന്നുപോയി. അപ്പൊ അങ്ങനൊരു ഇൻസിഡന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഏറ്റവും സേഫ് ആണ് എന്ന് പാരന്റ്സ് വിശ്വസിച്ചാണ് നമ്മുടെ അടുത്തേക്ക് അവരാക്കുന്നത്. സോ ആ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മൾ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെല്ലാവരെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കരുത്. ശരിക്കും പറഞ്ഞ കുട്ടികൾ നമ്മളെ കാണുന്ന സെക്കൻഡ് മദറായിട്ടാണ്. ഒരു 3 വയസ്സ് വരെ നമ്മുടെ ഒപ്പം അത്ര കെയറോടും സ്നേഹത്തോടും കൂടി വളർന്നു വന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ നമ്മളെ കാണുന്ന സെക്കൻഡ് മദറാണ് നമ്മളെല്ലാവരും. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെ സെക്കൻഡ് അവരുടെ അമ്മയെ കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മൾ കെയർ ടേക്കറാ. എന്റെ മോളോട് നേഴ്സറി പഠിക്കുന്ന സമയത്തെ അവൾക്ക് എന്നെയാണോ ഇഷ്ടം അവളുടെ നേഴ്സറി ടീച്ചറിനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവള് പറയാ നേഴ്സറി ടീച്ചറിന്റെ പേരായിരുന്നു. അത്രയും അവർക്ക് ഇഷ്ടമായിരുന്നു ആ ടീച്ചറിനെ, അത്രയും കാര്യമായിരുന്നു. കാരണം അവരെ കാണുന്നത് നമ്മൾ കഴിഞ്ഞ അടുത്തൊരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആര് നമ്മൾ എന്ന് പറയുന്നത്. സോ നമ്മളാണ് നല്ലൊരു ഇമോഷണൽ സെക്യൂരിറ്റി നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പേര് വേട്ടാന്ന് പറയുന്നത് സെർച്ച് ചെയ്തതാ ഞാനിവിടെ എടുത്ത ക്ലാസ്. ഓക്കെ, പ്രൊവൈഡ് ഡൈവേഴ്സിഫൈഡ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. കുട്ടികളൊരു ഗ്രൂപ്പ് വെച്ചാല് നമ്മുടെ ഒരു ഫ്രണ്ട്ലിനെസ് കൊണ്ടുവരാനായിട്ട് കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും നല്ലതാണ്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ നല്ലൊരു അഡാപ്റ്റീവ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ
ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് വേണം ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യാൻ. പക്ഷേ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് അല്ല, അവരുടെ കരിക്കുലർ ടീച്ചർ സെന്റേർഡ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അവരുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. അതേപോലെ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ സ്വയമേയാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും പഠിക്കുന്നതെല്ലാം കുട്ടികൾ സ്വയമേയാണ്. ദ ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് ലവ് ആൻഡ് സിമ്പതി ഫ്രം ടീച്ചേഴ്സ്. കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ അടുത്ത് നിന്ന്? ഒരു സ്നേഹം, ഒരു ചെറിയ തലോടല്, നല്ല കുട്ടിയാണെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിന്ന് ഒരുപാട് ലവും സിമ്പതിയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഫുൾ ആയിട്ട് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുകുട്ടി നമ്മളുടെ മക്കൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മുടെ കുട്ടികളെല്ലാവരെയും നമ്മൾ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇമോഷൻസ് ആർ കോട്ട്, ദേ ആർ നോട്ട് തോട്ട്. എന്ന് വെച്ചാൽ ഇമോഷൻസ് നമ്മൾ ചിന്തിച്ച് പ്രകടിപ്പിക്കുന്നതല്ല, ബട്ട് നമ്മളത് നമ്മുടെ ഓരോ ഇമോഷൻസിലും അത് പ്രകടിപ്പിക്കണം. ഇനി എല്ലാ മോറൽ എഡ്യൂക്കേഷനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമാണ്. പക്ഷെ നമുക്ക് കുഞ്ഞുകുട്ടി ഇവിടെ അഡോളസെന്റ് എന്നാ പറയുന്നേ, പക്ഷെ നമ്മളുടെ കുട്ടികളോട്, നമ്മുടെ കുഞ്ഞു കുട്ടികളോട് പോലും നമ്മൾ ഈ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടൈം പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്, ഈ കുഞ്ഞു മക്കൾ പോലും ഈ സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ ന്യൂസില് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ TV ഓൺ ചെയ്താൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച്. അപ്പൊ നമ്മള് ക്ലാസ് അത് എടുക്കുമ്പോൾ ഇപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോൾക്ക് പറഞ്ഞു തന്നു പറഞ്ഞു ടീച്ചർ. ഓക്കെ, അപ്പോ നമ്മൾ ടീച്ചർ ആവുമ്പോൾ നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ത്രൂ ഏതെങ്കിലും ഒരു രീതിയിൽ ത്രൂ ആക്ഷൻ സോങ്സിലൂടെ നമുക്ക് കുട്ടികൾക്ക് ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഇത് ഗുഡ് ടച്ച് ആണ്, ഇങ്ങനെ തുടങ്ങുന്നത് ബാഡ് ടച്ച് ആണ്. അപ്പൊ പിന്നെ ഷോൾഡറിന് ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടുന്നത് ഇത് ഗുഡ് ടച്ച് ആണ്. നമ്മൾ കുറച്ചും കൂടി ബാഡ് ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഏജ് ആണ്. കാരണം ഈ ഒരു ഏജിലെ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാരന്റിനോട് പറയും എന്നുള്ളത്, എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാരന്റിനോട് ടീച്ചറിനോട് പറയുമെന്ന് കുട്ടികൾ വാൺ ചെയ്യണം. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. എന്നെങ്ങാനും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പാരന്റിനോട് പറയും. ഓക്കെ, അത്രയും കാര്യങ്ങള്. ഓക്കെ, നമ്മൾ LKG മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഗുഡ് ടച്ച് ബാഡ് ടച്ചും കാര്യങ്ങളും. കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സമൂഹം അത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഇതായിട്ട് പറയുന്നത്. ഓക്കെ, റോൾ ഓഫ് ടീച്ചർ രമ്യ വായിച്ചോട്ടാ. ഓക്കെ, റോൾ ഓഫ് ദ ടീച്ചർ. Physical weakness, deformities, illness, etc., if any, should be recognized at the time of school entrance and medical aid should be made available for their children. Teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. The interpersonal relationship in the school should be such that it should provide emotional security and a sense of belongingness to children. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. Adopt dynamic, progressive, child-centered methods of teaching. The children should get desired love and sympathy from the teachers. Emotions are caught, they are not taught. Provide moral education to all groups and sex education to adolescents that will help them to attain emotional balance and tolerance. Thank you, ma'am. അപ്പോ നിങ്ങള് ഇന്നെടുത്ത ടോപ്പിക് ഏതായിരുന്നു? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് പ്ലസ് റോൾ ഓഫ് ദ ടീച്ചർ. ഒന്ന് റീഡ് ചെയ്യും എല്ലാവരും.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, അപ്പൊ റീഡ് ചെയ്യുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സോഷ്യൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കും കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് എടുക്കും കേട്ടോ. ഓക്കെ, ഇനി ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എടുക്കാത്തതെന്ന് പറയാവോ? എഡ്യൂക്കേഷൻ അതെ സൈക്കോളജി മിസ്സേ, ആണോ? അത്രേ ഉള്ളൂ ഇനി ബാലൻസ്. എഡ്യൂക്കേഷൻ സൈക്കോളജി മാത്രമേ ഉള്ളൂ ബാലൻസ്. ഓക്കെ, അതാരെങ്കിലും എടുത്തു തുടങ്ങിയോ? ഇതുവരെ തുടങ്ങിയില്ല. ചിലപ്പോ ആദ്യ മിസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ടേം എക്സാം പ്രതീക്ഷിക്കണം കേട്ടോ. മിസ് അത് എല്ലാവർക്കും പേടിയൊന്നാവണ്ട, കൂളാണ്. മിസ് എല്ലാ സബ്ജക്ട്സും ഇതേപോലെ ഒരുമിച്ച് 50 മാർക്സിന്റെ അങ്ങനെ ആയിരിക്കോ? അതായത് സബ്ജക്ട് എല്ലാം ഒറ്റ എക്സാം ആണോ? ഇംഗ്ലീഷ് വേറെ അങ്ങനെയാണോ? ഇല്ലടാ, നമുക്ക് 40 മാർക്കിന് പാർട്ട് 1 and 2 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ 10 മാർക്കിന് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വരും. ആ 40 തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 50 മാർക്ക് പാർട്ട് 1 25 മാർക്ക് പാർട്ട് 2 അപ്പൊ പാർട്ട് 2 അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ വരും. ഒരു 2 വീക്സോ 1 വീക്സ് മുമ്പ് നിങ്ങൾക്ക് എന്തായാലും ഡേറ്റിനെ കുറിച്ചിട്ടൊക്കെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും വരും കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒഫീഷ്യൽ സൈൻ ഔട്ട് ആരാണ്? മാം ഞാൻ സൈൻ ഔട്ട് പറയണം. ഓക്കെ, പറഞ്ഞോ മേഡം. Thank you, ma'am, for giving us a wonderful class. Ma'am, today thank you everyone for attending the class. Today we discussed about the factors that influence emotional development. We discussed the health and physical development that happens, intelligence that affects, family background, social atmosphere, peer group, community, and neighborhood. Then we discussed about the role of teacher in the child development. Teacher has a very important role after our mother. My teacher is known as a second mother. So we should also develop all these qualities when we are teaching. Thank you, ma'am. Thank you. Ma'am, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇന്റേൺഷിപ്പ് എപ്പോഴാ തുടങ്ങേണ്ടത്? ഇന്റേൺഷിപ്പ് പാർട്ട് 3 ആകുമ്പോ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 3 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഫെബ്രുവരി മാർച്ചും കൂടെ ഉള്ളൂല്ലോ സ്കൂള്. അത് കഴിയുമ്പോ സ്കൂൾ അടയ്ക്കുമല്ലോ. അപ്പൊ അതിനിപ്പുറം നമുക്ക് പോകണ്ടേ? അതിന് മുമ്പ് പോകുന്നത് നല്ലതായിരിക്കും. ഫെബ്രുവരിയിലൊക്കെ പോകുമ്പോ നിങ്ങൾ നോക്കി ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുമോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചോദിച്ചൊക്കെ നോക്കുക. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പോ ഇന്റേൺഷിപ്പിന് പറ്റുമോ എന്നുള്ളത് ചോദിക്കും. ചിലപ്പോ എല്ലാ സ്കൂളുകളും സമ്മതിക്കണമെന്നില്ല. ആ ടൈമിൽ എങ്ങനെയാണ്? അതെ, എല്ലാരും ഇപ്പൊ സമ്മതിക്കുമോന്ന് അറിഞ്ഞൂടാ. ട്രെയിനിങ് സമ്മതിക്കണമെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, നമുക്ക് പരിചയ സ്കൂളിലാണെങ്കിൽ നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കിട്ടും. അപ്പൊ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്മാർട്ട് സ്ക്രീൻ തന്നെ തരുമോ മിസ്? ഡേറ്റ് സ്മാർട്ട് സ്ക്രീൻ തരുമോ? എങ്ങനെയാണ്? സ്മാർട്ട് സ്ക്രീൻ തരില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമും അവിടെ എപ്പോഴാണ് ട്രെയിനിങ് നോക്കിയെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും വരുന്നത്. അത് അന്വേഷിക്കുക. എല്ലാവരും ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി വയ്ക്കുക, അവിടെ ചോദിച്ചൊക്കെ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ട്രെയിനിങ്ങിന് പോകണം, അതുകൊണ്ട് എനിക്ക് ട്രെയിനിങ്ങിന് വരാനായിട്ട് പെർമിഷൻ തരും. അപ്പൊ ഇവിടുന്ന് ഓഫർ ലെറ്റർ വരും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടിയാണ്, എന്റെ ബാച്ചിലെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടുന്ന് ഓഫർ ലെറ്റർ തരും. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും തരും. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. Thank you, ma'am.